ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനക്രമത്തിലെ വിവിധ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 അടയാളങ്ങളാണ് വിശുദ്ധ സമയം, വിശുദ്ധ സ്ഥലം എന്നുള്ളത്. സീക്രട്ട് ടൈം, സീക്രട്ട് സ്പേസ്. എന്താണിത്? നമുക്കറിയാം, ആരാധനക്രമത്തിൽ നമ്മൾ എന്താണ് ആഘോഷിക്കുന്നത്? ഈശോയുടെ പെസഹ രഹസ്യങ്ങൾ. പെസഹ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശോയുടെ സഹനം, മരണം, സംസ്കാരം, ധാനം. കുറച്ചും കൂടെ വിപുലമായിട്ട് പറഞ്ഞാൽ മിശിഹ സംഭവങ്ങൾ നമ്മൾ ആരാധനക്രമത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നു. ഈശോയുടെ ജനനം തൊട്ട് ഈശോയുടെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നുണ്ട്. ഈ ഓർമ്മ എന്ന് പറയുന്നത് വെറുതെ ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തെ ഞാനിപ്പോൾ ഇരുന്ന് ഓർക്കുന്നു എന്ന രീതിയിലല്ല ആരാധനക്രമത്തിൽ ഓർമ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് അവ ഇന്ന് നടക്കുന്നത് പോലെ ഓർക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് അനംനേസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വാക്കാണ് ഉപയോഗിക്കുന്നത്. അനംനേസിസ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഇന്ന് നടക്കുന്നത് പോലെ ഓർക്കുന്നതിനെയാണ് അനംനേസിസ് എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്? ദൈവത്തിൻ്റെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞ അടയാളങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ സമയത്തിലേക്ക്, ഈശോയുടെ ജനനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുപോലെ തന്നെയാണ് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയിലുള്ള ഒരു സ്ഥലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്ഥലമാണ്. ഭൂമിയും സ്വർഗവും കൂടെ ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ് ഈ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. മനുഷ്യരായ നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വിശുദ്ധ സമയമാകും. ഭൂമിയിലുള്ള നമ്മൾ ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വിശുദ്ധ സ്ഥലമായി തീരും. അപ്പം ആ ഒരു ബോധ്യത്തോടെ പരിശുദ്ധ കുർബാനയിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.